ഇവിടെ പഠിക്കാൻ പറ്റുന്ന ഏതൊരു കുട്ടിക്കും ഏറ്റവും കൂടുതൽ റിസൾട്ട് നൽകുന്ന സ്ഥാപനമാണ് എഡ്യൂഫ്ലെയർ. കുട്ടികളെ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പാസ്സാക്കി ജർമ്മനിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എഫേർട്ട് ഇടുന്നത്. നമുക്ക് ഇൻക്ലൂഡിംഗ് ജർമ്മൻ ലാംഗ്വേജ്, IELTS ആൻഡ് OET ഓൾ ടുഗദർ അറൌണ്ട് 600+ സ്റ്റുഡൻസ് നമുക്ക് ഇവിടെ. ഇവിടുത്തെ ഫാക്കൽറ്റി എക്സലന്റ് ആണ്. പിള്ളേരെ അത്ര ശ്രദ്ധിക്കും. I give 100 out of 100. As the students said, they are quite satisfied with the teaching. I think the main reason goes to the technology and the facilities we have got here in Edinburgh. ഇതിന് പുറമെ അവർക്ക് സ്റ്റഡീസ് കാര്യങ്ങളുടെ സ്ട്രെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഫൺ ആക്ടിവിറ്റീസ് നമ്മൾ നടത്താറുണ്ട്. ഇതിലൊക്കെ പുറമെ നമ്മൾ കുട്ടികൾക്ക് എക്സാം പ്രിപ്പറേഷൻ കോഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്ലാസ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ആണ്. നമുക്ക് സ്ക്രീൻ വൈസ് ആയിരിക്കും നമ്മൾ ക്ലാസ് ഉണ്ടാവുക. ക്ലാസ് ഫെസിലിറ്റീസും എല്ലാം ഒത്തിരി യൂസ്ഫുൾ ആണ്. So what we basically do over here is, apart from the normal textbook that we have, we also give them exam preparations based on each and every pattern. കരിയറിൽ എന്താണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡ്യൂഫ്ലെയർ ആയിട്ട് ബന്ധപ്പെടാം. 100% ഔട്ട്പുട്ടും കൊടുത്തിട്ടേ നിങ്ങൾ കുട്ടികളെ വിടുകയുള്ളൂ. ഹലോ, ഞങ്ങൾ ഇന്നിപ്പോൾ ഉള്ളത് കേരളാസ് നമ്പർ 1 ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ നമ്മുടെ കോഴിക്കോടുള്ള എഡ്യൂഫ്ലെയർ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജിലാണ്. സോ ഇവിടുത്തെ വിശേഷങ്ങളും ഓഫർ ചെയ്യുന്ന കോഴ്സസും എൻറ്റയർ ഇൻഫ്രാസ്ട്രക്ചറും നമുക്ക് കാണാം. എഡ്യൂഫ്ലെയറിന്റെ ചെയർമാനായ മിസ്റ്റർ അഡ്വക്കേറ്റ് KM റോയ് സാർ നമ്മുടെ കൂടെയുണ്ട്. സോ സാറിന്റെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. സർ, ഞാനിപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് എഡ്യൂഫ്ലെയറിൽ ജോയിൻ ചെയ്യണം? എഡ്യൂഫ്ലെയർ കണ്ടില്ലേ, ഏറ്റവും അധികം ക്വാളിറ്റി ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഓർഗനൈസേഷനാണ്. ഇവിടെ പഠിക്കാൻ പറ്റുന്ന ഏതൊരു കുട്ടിക്കും ഏറ്റവും കൂടുതൽ റിസൾട്ട് നൽകുന്ന സ്ഥാപനമാണ് എഡ്യൂഫ്ലെയർ. നമ്മൾ അത്രത്തോളം സീരിയസ് ആയിട്ടാണ് നമ്മൾ ഈ കാര്യത്തെ കാണുന്നത്. നമ്മുടെ അടുത്തൊരു വിദ്യാർത്ഥി വന്നാൽ അവർക്ക് ഇവിടുന്ന് പഠിച്ച് പാസ്സായി പോകാൻ വേണ്ടി സാധിക്കും. 100% ഔട്ട്പുട്ടും കൊടുത്തിട്ടേ നിങ്ങൾ കുട്ടികളെ വിടുകയുള്ളൂ. ഓക്കെ. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ലാംഗ്വേജ് തന്നെ കൊടുക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. സോ ആ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എഡ്യൂഫ്ലെയർ മുന്നിൽ നിൽക്കുന്നു? ഓക്കെ, സോ ഇവിടുത്തെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ ഏകദേശം നമുക്ക് 15 ക്ലാസ് റൂംസ് ആണ് വരുന്നത്. ഒരു ക്ലാസ് റൂമിൽ നമുക്ക് 25 സ്റ്റുഡൻസ് വെച്ചിട്ട് നമുക്ക് ഇരുന്ന് പഠിക്കാനുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ ബാച്ചസ് എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാലും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ നമ്മുടെ ഒരു വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം സ്റ്റുഡൻസിന് ഒരുമിച്ച് പഠിപ്പിക്കാനും അതിന്റെ കൂടെ തന്നെ നമുക്ക് റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 80 to 90% ആൾക്കാർ നമ്മളിവിടെ പഠിക്കുന്നവർ ക്ലിയർ ആയി പോകുന്നുണ്ട്. സോ അത്രയും നമ്മൾ എഫേർട്ട് ഇടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പാസ്സാക്കി ജർമ്മനിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എഫേർട്ട് ഇടുന്നത്. സോ ഈച്ച് ആൻഡ് എവറി സിംഗിൾ സ്റ്റുഡൻറ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. സോ അതിനുവേണ്ടി നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള ടീച്ചേഴ്സിനെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും എക്സ്ട്രാ സപ്പോർട്ട് ഇൻ ടേംസ് ഓഫ് എക്സാംസിനാണെങ്കിലും അതേപോലെ തന്നെ സെന്റേഴ്സ് നമ്മൾ എക്സാം സ്ലോട്ട്സ് എടുത്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും പ്ലസ് അതിന്റെ കൂടെ തന്നെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻസിനാണെന്നുണ്ടെങ്കിലും ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ എക്സ്ട്രാ പിള്ളേർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് അത്രയും ഞാൻ പറയാലോ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാളും കൂടുതൽ റിസൾട്ട്സ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുകയും ചെയ്യുന്നു. He's a freaking badass. ടെക്നോളജിക്കലി ഡ്രിവൻ ക്ലാസ് റൂംസ് ആണ് എഡ്യൂഫ്ലെയറിന്റെ. സോ നമുക്ക് ലേറ്റസ്റ്റ് എമിനിറ്റീസോട് കൂടിയുള്ള എഡ്യൂഫ്ലെയറിന്റെ ക്ലാസ് റൂം കണ്ടാലോ? Besonders wenn beide ein Auge auf dasselbe Mädchen geworfen haben. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേറ്റസ്റ്റ് എമിനിറ്റീസും ടെക്നോളജിക്കലി ഡ്രിവൻ ക്ലാസ് റൂമും ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ഇവിടുത്തെ സ്റ്റുഡൻസിനോട് തന്നെ ചോദിച്ചറിയാം. എൻ്റെ പേര് ജാനിഷ്. ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണ്. ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ഒരു ഡ്രീമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം ഞാൻ തീരുമാനിച്ചത്. ആദ്യം കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു, കാരണം നമുക്ക് അറിയാത്തൊരു ലാംഗ്വേജ് ആയിരുന്നു. പക്ഷേ നമ്മുടെ ഫാക്കൽറ്റീസും അസിസ്റ്റന്റ് ഫാക്കൽറ്റീസും നമുക്ക് ഭയങ്കര സപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അവർ നമുക്ക് ക്ലിയർ ചെയ്യും. പിന്നെ ക്ലാസ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ആണ്. നമുക്ക് സ്ക്രീൻ വൈസ് ആയിരിക്കും നമുക്ക് ക്ലാസ് ഉണ്ടാവുക. സർ ക്ലാസ് എടുക്കുകയും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വീഡിയോസും ഓഡിയോസും പ്ലേ ചെയ്യുകയും നമുക്കത് കൂടുതൽ മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു.
അതുപോലെ തന്നെ എല്ലാ വീക്കെൻഡിലും നമുക്ക് ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒരു വിലയിരുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഓൺലൈൻ വഴിയാണ് ഈ സ്ഥാപനത്തെ പറ്റി അന്വേഷിച്ച് അറിഞ്ഞത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. കാരണം ഇവിടുത്തെ ഫാക്കൾട്ടീസും അസിസ്റ്റന്റ് ഫാക്കൾട്ടീസും ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ക്ലാസ് ഫെസിലിറ്റീസും എല്ലാം ഒത്തിരി യൂസ്ഫുൾ ആണ്. ഇവിടുത്തെ ഫാക്കൽറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഫാക്കൽറ്റി എക്സലന്റ് ആണ്. അത്ര അടിപൊളിയായിട്ട് നമ്മളെ പഠിപ്പിക്കും, പിള്ളേരെ അത്ര ശ്രദ്ധിക്കും. സോ ഐ ഗീവ് 100 out of 100. ഞാൻ ഗോപിക, ഞാൻ സാധന. ഞങ്ങളിപ്പോൾ ജോർജിയയിലാണുള്ളത്. ഇവിടെ പത്തുബി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ എഡ്യൂഫ്ലെയർ വഴിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്നതിന് ശേഷമുള്ള പിക്കപ്പും ഹോസ്റ്റൽ എല്ലാം കറക്റ്റ് ആൻഡ് നീറ്റ് ആയിരുന്നു. ഈ ഒരു ജേർണിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത് റോയ് സർ, ആന്റണി സർ, നോയൽ സർ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ബീങ് കോൺസ്റ്റന്റ്ലി വിത്ത് us. ദിസ് ജേർണി വാസ് സോ ഈസി ബിക്കോസ് ഓഫ് എഡ്യൂഫ്ലെയർ. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഞാൻ ജർമ്മനിക്ക് പോകുന്ന ആഗ്രഹമായിട്ട് ഇവിടെ എഡ്യൂഫ്ലെയറിനെ സമീപിച്ചത്. ഓഗസ്റ്റ് ലാസ്റ്റായിട്ട് ഞങ്ങൾ ഫ്ലൈ ചെയ്യും. സെപ്റ്റംബർ 1 ക്ലാസ് തുടങ്ങുന്നത്. ജോബ് ഓഫർ ലെറ്റർ കിട്ടി. BFSന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇന്നലെ എനിക്ക് വിസ കിട്ടിയിരിക്കുകയാണ്. ഞാൻ ആഗസ്റ്റ് അവസാനത്തോടു കൂടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ജർമ്മനിയിലേക്ക് പോകാൻ താല്പര്യമുണ്ട്, അവിടെ ഒരു നല്ല ജീവൻ തുടങ്ങുന്നെങ്കിൽ തീർച്ചയായും കടന്നു വരിക. എൻ്റെ പേര് ആൻമേരി ആൻ്റണി. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ എഡ്യൂഫ്ലെയറിനെ സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ അറിഞ്ഞത്. ഞാനിവിടെ വന്ന് ഇവിടുത്തെ കൗൺസിലിംഗ് വഴി ഞാൻ എൻ്റെ കോഴ്സ് കണ്ടുപിടിച്ച് ഞാൻ ഷെഫീൽഡ് യൂണിവേഴ്സിറ്റിയിലായിട്ടാണ് പോകുന്നത്. പിന്നെ ഇവരുടെ കൗൺസിലിംഗ്, ഇവരുടെ പ്രോസസ്സിങ് എല്ലാം വളരെ നല്ലതായിരുന്നു, നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ പേര് നസൂക്ക്. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. MBAക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് അങ്ങനെ കുറേ ഏജൻസീസിനെ അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഫ്രണ്ട്സും എല്ലാവരും സജസ്റ്റ് ചെയ്തത് എഡ്യൂഫ്ലെയർ ആയിരുന്നു. കുറേ കോഴിക്കോടത്തെ ഫ്രണ്ട്സൊക്കെ സജസ്റ്റ് ചെയ്തു. സോ അങ്ങനെ എഡ്യൂഫ്ലെയറിൽ ഞാൻ പെരിന്തൽമണ്ണ ബ്രാഞ്ചിലാണ് പോയത്. സോ അവിടുന്ന് ഷെബിനായിരുന്നു എൻ്റെ കൗൺസിലിംഗ് ഒക്കെ ചെയ്തത്. സത്യം പറയാലോ, നല്ല ഒരു സപ്പോർട്ടാണ് എനിക്ക് ഷെബിനയുടെ ഭാഗത്തുനിന്നും ആ ഒരു ബ്രാഞ്ചിന്റെ ഭാഗത്ത് നന്നായി കിട്ടിയിട്ടുണ്ട്. എന്തായാലും സർവീസ് ആണെങ്കിലും നല്ലൊരു കമ്പനിയാണ്. എഡ്യൂഫ്ലെയറിന്റെ അക്കാഡമിക് കോർഡിനേറ്റർ ചിപ്പി മാം നമ്മളെ കൂടെ ഉണ്ട്. സോ നമ്മൾ സ്റ്റുഡൻസിന് ഈ ഒരു സ്റ്റഡീസിന് പുറമെ എന്തൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ സ്റ്റുഡൻസിന് സ്റ്റഡീസിന് പുറമെ അവർക്ക് എല്ലാ വീക്കെൻഡ്സിലും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓരോ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് അവർക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എല്ലാ വീക്കെൻഡ്സിലും. ദെൻ അതിന് പുറമെ നമ്മൾ അവർക്ക് ഓരോ ലെവൽ കഴിയുന്തോറും അവർക്ക് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യും. എങ്ങനെയാണോ അവർ മെയിൻ എക്സാം ഫേസ് ചെയ്യുന്നത് അതേ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യും. ഇതിന് പുറമെ അവർക്ക് സ്റ്റഡീസ് കാര്യങ്ങളുടെ സ്ട്രെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഫൺ ആക്ടിവിറ്റീസ് നമ്മൾ നടത്താറുണ്ട്. പസിൽസ് ആയിട്ടും ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ. അത് കുട്ടികൾ നന്നായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട്. ഈ ഫൺ ആക്ടിവിറ്റീസും സ്റ്റഡീസ് റിലേറ്റഡ് തന്നെ ആയിരിക്കും. സ്റ്റഡീസ് റിലേറ്റഡ് ആവാം, ആൻഡ് അത് പുറമെ അക്കാഡമിക്സിന് പുറമെ ആയിട്ടാവാം, സ്റ്റഡീസിന്റെ സ്ട്രെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. അതെ അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു റൂം എന്താ സംഭവം? കുറെ ഹെഡ്ഫോൺസ് ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ലാംഗ്വേജ് ലാബ് ആണ്. സ്റ്റഡീസ് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് അവർക്ക് ലിസണിങ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. സോ അതിനുവേണ്ടി കുട്ടികൾക്ക് ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓക്കെ. ഇതിലൊക്കെ പുറമെ നമ്മൾ കുട്ടികൾക്ക് എക്സാം പ്രിപ്പറേഷൻ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അവരുടെ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർ മിനിമം ഒരു 1 monthന്റെ എക്സാം പ്രിപ്പറേഷൻ കോഴ്സ് ആണ് കൊടുക്കുന്നത്. ഇങ്ങനെയാണോ എക്സാം ഫേസ് ചെയ്യേണ്ടത് ഓരോ മൊഡ്യൂൾ വൈസ്, ലീസൺ, ഹ്യോറൻ, ഷൈബൻ, സ്പ്രഷൻ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ അത് അവർക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതിന്റെ വലിയൊരു കാര്യം നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ കോഴ്സ് തന്നെയാണ്. അതിനുവേണ്ടി നമുക്കൊരു സ്പെഷ്യലി സെറ്റ് ഓഫ് ഫാക്കൽറ്റീസും നമുക്കിവിടെ എഡ്യൂഫ്ലെയറിലുണ്ട്. സോ നമ്മൾ എക്സാം കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ടെൻഷനും സ്ട്രെസ്സും കൂടുതൽ പ്രാക്ടീസ് ആവും. സോ ഇവിടെ ജർമ്മൻ ലാംഗ്വേജ് മാത്രമാണോ കോഴ്സ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എക്സ്ട്രാ വേറെ ഏതെങ്കിലും കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമുക്കിവിടെ IELTS ഉണ്ട് ആൻഡ് OET ഉണ്ട്. നമുക്ക് ഇൻക്ലൂഡിംഗ് ജർമ്മൻ ലാംഗ്വേജ്, IELTS ആൻഡ് OET ഓൾ ടുഗദർ അറൌണ്ട് 600+ സ്റ്റുഡൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. സോ നമ്മുടെ കുട്ടികളുടെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞല്ലോ. നമ്മുടെ ഫാക്കൽറ്റീസിന് 100 out of 100 മാർക്സ് ആണ് അവർ നൽകിയിരിക്കുന്നത്. സോ ഇതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് ഇവിടുത്തെ ഫാക്കൽറ്റീസിനോട് തന്നെ ചോദിച്ചറിയാം. എൻ്റെ പേര് ജിബിൻ. എഡ്യൂഫ്ലെയറിലെ IELTS ട്രെയിനറാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ IELTSന് വന്നിട്ടുള്ള കുട്ടികൾ എല്ലാവരും തന്നെ വേണ്ട സ്കോർ മേടിച്ചിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. അതുതന്നെയാണ് ഒരു ടീച്ചർ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. Hi, my name is Deep Day and I'm from Delhi, and I'm a German trainer in EduFlair. As the students said, they are quite satisfied with the teaching and with the teachers in EduFlair. I think the main reason goes to the technology and the facilities we have got here in EduFlair. Because of the modern technology and modern all the accessories we have here in EduFlair, it makes the teaching comparatively way easier, and the students can grasp everything better than the traditional method of teaching.
So for me, the credit goes to EduFlair and all teachers and students, everyone giving their hard work. So solution will always come. So as you guys know, we have one of the best success rate when it comes to Kerala. So what we basically do over here is, apart from the normal textbook that we have, we also give them exam preparations based on each and every pattern that they are about to give. And apart from the group classes, it is will make sure that every one of them get individual attentions as well. We try to work on their faults or basically the doubts that they have, and we make sure that they are made clear of it. So these are the things that we use. There are such cases that they lack something, so we make sure that they have been screened properly, okay, through several times, so that when they go for the exam, so they're pretty confident enough to give the exam and they can easily clear the exam as well. ഹായ്, എൻ്റെ പേര് നിഷ നൗറിൻ. ഞാനിവിടെ ഇപ്പോൾ അസിസ്റ്റൻറ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇവിടെ തന്നെ ആയിരുന്നു പഠിച്ചിരുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ തന്നെ വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കിട്ടി. ഇപ്പോൾ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതുപോലെ ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇപ്പോൾ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാനും അവരെ ബെറ്റർ ആക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. ഹലോ, എൻ്റെ പേര് മുഹമ്മദ് സുഫ്വാൻ. ഞാനിവിടെ EduFlair തന്നെയായിരുന്നു എൻ്റെ ജർമ്മൻ സ്റ്റഡീസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തത്. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ B2 എക്സാം 4 മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. അതേപോലെ ഇപ്പോൾ ഞാനിവിടെ അസിസ്റ്റൻറ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം ഞാനൊരു 3 to 4 months ആയി ഇവിടെ അസിസ്റ്റൻറ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. എക്സാം റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ നേരെ ഇവിടെ ജോയിൻ ചെയ്ത്. അതേപോലെ എനിക്കിപ്പോൾ ഞാൻ പഠിക്കുന്ന ടൈമിൽ എനിക്ക് കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ഈ ജർമ്മൻ പഠനം ആയതുകൊണ്ട്, പുതിയ ലാംഗ്വേജ് ആയതുകൊണ്ട് അതിൻ്റെ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ അസിസ്റ്റൻറ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ സ്റ്റുഡൻസിന് എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്, അതേപോലെ അവരുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസുമായിട്ട് കൂടുതൽ ഇടപഴകി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ 12th കഴിയുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കരിയറിൽ എന്താണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് EduFlair ആയിട്ട് ബന്ധപ്പെടാം. വി ഹാവ് അവർ ഓപ്ഷൻസ്. നമുക്ക് പല പല പ്രോഗ്രാംസും വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, വേറെ നമുക്ക് ജർമ്മൻ അതേപോലെ തന്നെ IELTS കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നുണ്ടാവും. അതിന്റെ കൂടെ തന്നെ നമുക്ക് വിദേശത്ത് പോയി സെറ്റിൽ ആവാനുള്ള സ്റ്റഡി അബ്രോഡ് ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ കൂടെ തന്നെ പുതിയതായി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തൊരു പ്രോഗ്രാമാണ് പ്ലേസ്മെന്റ് സർവീസസ്. അതിൽ ഞങ്ങൾ നഴ്സസിനാണെങ്കിലും അതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും പിന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർക്കും ഞങ്ങൾ പ്ലേസ്മെന്റ് സർവീസസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.